എന്താ? എന്റെ പിള്ളേരെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ഇവിടില്ലല്ലോ. ഞങ്ങളുടെ കൊച്ചുങ്ങളെ അവൻ എന്റെ മുന്നേ ആ വണ്ടിയെ വിളിച്ച് ഇട്ടിക്കൊണ്ട് പോയത്. അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അകത്തിരിപ്പുണ്ട്, അവരോട് ഒന്ന് വെച്ചാൽ മതി. ചെല്ലുമോളെ അങ്ങോട്ട് കയറി ചെല്ല. എടാ, അച്ചി വീട്ടിൽ വന്ന് കിടക്കുന്നവന് പാറാവണി ആടാ നല്ലത്. എന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ, ഒന്ന് വിളിക്കോ? നിന്റെ കുഞ്ഞുങ്ങളോ? നീ ഇവിടെ കൊണ്ടാക്കിയിട്ടാണോ സബ് ജയിലിലേക്ക് പുറത്തേക്ക് പോയത്? ആണോ? അനന്തവര് താമസിച്ചോണ്ടിരുന്ന സ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ട് വന്നെന്നറിയാലോ. നിന്റെ പിള്ളേരെ നിന്റെ അമ്മാവച്ചാര് ഭിക്ഷാടനക്കാർക്ക് വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു കോളനിയില്. അവിടത്തെ ഗുണ്ടകളുമായിട്ട് എന്തോ അടിയുണ്ടാക്കിയിട്ടാ വിളിച്ചോണ്ട് പോകുന്നത്. മോളെ, നീ എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്? നീ നിന്റെ കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് പോവാ. ടാക്സി പുറത്ത് വെയിറ്റ് ചെയ്യുക. അതെ, ഈ വീട്ടിനകത്ത് കയറി വന്ന് തോന്നിയവസം കാണിക്കുന്നോ? അനന്തനാ കൊച്ചുങ്ങളെ ഇവിടെ ആക്കിയത്. അനന്തനില്ലാതെ കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട് അനന്തന്റെ ആവശ്യമില്ല. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അനന്തൻ അവന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. നിന്നെപ്പോലൊരു പെണ്ണും പിള്ളക്ക് ഈ വീട്ടിൽ കയറാനുള്ള യോഗ്യത ഇല്ലാന്ന് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ. ആദ്യമായി ഇവിടെ കയറി വന്നപ്പോ. ഇപ്പൊ നിനക്ക് ഡബിൾ സർട്ടിഫിക്കറ്റ് കിട്ടി, എവിടെയും കയറാമല്ലോ. പക്ഷെ അത് ഈ വീട്ടിൽ പറ്റത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന തടയാനായിട്ട് നിങ്ങൾക്ക് എന്താ അവകാശം? എന്റെ പിള്ളേരത്. ഞാൻ പ്രസവിച്ച എന്റെ സ്വന്തം കുഞ്ഞുങ്ങള്. അവരെ കൊണ്ടുപോകാൻ എനിക്കറിയാം. അതിന് ആരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഡബിൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യം. ആ സർട്ടിഫിക്കറ്റിന്റെ അവകാശത്തെ തന്നെയാ പറയുന്നത്. എന്റെ പിള്ളേരെ ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും. നീ നിന്റെ മറ്റവന്റെ സപ്പോർട്ടിലല്ലേ ഇത്രയും നെകളിക്കുന്നത്? അതെ, ആൻസി വർഗീസിനെ മനസ്സിലാക്കുന്ന കുറച്ചുപേരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാരും കൂടെ എന്നെ സബ് ജയിലിൽ നിന്ന് ഇറക്കത്തിൽ നിന്ന് വാശി പിടിച്ചായിരുന്നല്ലോ. എന്നിട്ട് എല്ലാരും കൂടെ കുറെ പൈസയൊക്കെ വാരി എറിഞ്ഞില്ലേ പോലീസിന്? എന്നിട്ടെന്താ ഞാൻ ഇറങ്ങിയില്ലേ? അപ്പൊ സത്യവും ന്യായം തിരിച്ചറിയുന്ന കുറച്ചുപേരുണ്ട്. അവരാ എനിക്ക് ജാമ്യം തന്നത്. ആൻസിയെ അങ്ങ് തോറ്റ് ഷെഡിൽ കയറുന്ന ആരും വിചാരിക്കല്ലേ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വാ വച്ചപ്പാ. കുഞ്ഞമ്മ, മക്കളെ രണ്ടുപേരും ഞാൻ വണ്ടി കൊണ്ടിരുത്തിയിട്ടുണ്ട്. കൊണ്ടുപോയിക്കോ. എല്ലാ സാധനവും ഞാൻ വണ്ടി കൊണ്ട് വെച്ചിട്ടുമുണ്ട്. കുഞ്ഞമ്മ വിഷമിക്കണ്ട. സത്യവും ന്യായം തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ചുപേരുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്.